പാലക്കാട് ധോണിയിൽ കാട്ടാന വീണ്ടും കൃഷി നശിപ്പിച്ചു. അരിമണി സ്വദേശി ഗോപിയുടെ കൃഷിയിടത്തിൽ ഇന്ന് പുലർച്ചെയാണ് കാട്ടാന എത്തിയത്. നിഖിൽ പരമേശ്വരൻ, നിഖിൽ, നേരത്തെ ഇടക്കാലത്ത് ധോണിയിൽ കാട്ടാന ഇറക്കൽ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നതാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു നാളായി കേൾക്കുന്നുണ്ടായിരുന്നില്ല, വീണ്ടും തുടങ്ങിയോ നിഖിൽ? ധോണിയിലാണ് കാട്ടാൻ ഇറങ്ങിയത്. അരിമണി സ്വദേശി ഗോപിയുടെ കൃഷിയിടത്തിൽ ഇറങ്ങി. വ്യാപക കൃഷിനാശമുണ്ടായി. നേരത്തെ ധോണിയിൽ കാട്ടാനകൾ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു മേഖലയാണ്. അവിടുത്തെ ജനം ഈ കാട്ടാന ഇറങ്ങലിൽ പൊറുതിമുട്ടിയ വാർത്തയൊക്കെ നമ്മൾ പലയാവർത്തി കൊടുത്താണ്. അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കാണാം. നല്ലൊരു 4 മണി പുലർച്ചെ ആണ് ആന ഒന്ന് ഇതൊക്കെ വിട്ട് നശിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് വരുമാനങ്ങളെല്ലാം നമുക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. അപ്പോൾ അതിന് ഒരു നല്ലൊരു നടപടി കുറച്ച് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഇപ്പോൾ കവുങ്ങ്, തെങ്ങ്, പിന്നെ തൊട്ടവരുടെ നെൽകൃഷികൾ അതൊക്കെയാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത്. നിഖിൽ പരമേശ്വരൻ, നിഖിൽ, വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കിയോ കാട്ടാനകൾ? ഹഷ്മി, ഇത് കുറേ ദിവസമായി ധോണിയിൽ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ ധോണിയിൽ നിന്ന് ആളുകൾ വിളിച്ച് അവിടെ കൃഷിനാശമുണ്ടായി, ഇന്നലെ ഒറ്റയാനെത്തി, കൂട്ടത്തോടെ കാട്ടാനകൾ എത്തി എന്നൊക്കെ അറിയിക്കാറുണ്ട്. ഇതിപ്പോൾ അരിമണി സ്വദേശി ഗോപി എന്നയാളുടെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ ഒറ്റയാൻ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊരിടത്ത് ആന ഇറങ്ങി എന്ന് പറഞ്ഞ് വനപാലകർ അവിടെ എത്തി ഇതിനെ കാട് കയറ്റുന്നതിനിടയിലാണ് ഈ ഗോപിയുടെ അരിമണിയിലെ തോട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത്. തെങ്ങ്, കവുങ്ങ് ഒക്കെ, നെൽകൃഷിയൊക്കെ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. അത് വ്യാപകമായി നശിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. കൂട്ടത്തോടെ എത്തുമ്പോഴാണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടം കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്നത്. എന്നാലും അദ്ദേഹത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തുടർക്കഥയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അടിയന്തരമായി ജനവാസ മേഖലകളിലേക്ക് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് തടയാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ധോണിയിലെ കർഷകർക്ക് മറ്റു വഴികളില്ലാതെയാകും. അവർക്ക് അവരുടെ ഉപജീവനം പോലും അവസാനിപ്പിക്കേണ്ടത്, അത് മുട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന എന്നുള്ളതാണ് ധോണിയിലെ കർഷകർ അറിയിക്കുന്ന കാര്യം. ഹാഷ്മി. ഓക്കെ, നിഖിൽ പരമേശ്വരാണ്. തെങ്ങുകളും കവുങ്ങളും ഒക്കെ മറിച്ചിട്ടു. ധോണിയിൽ കാട്ടാന എന്നുള്ളത് പുതുമയല്ല, വാർത്തയേ അല്ലാതായി വരുന്നുണ്ട്. അത്രത്തോളം അവിടുത്തെ ജനജീവിതത്തെ കാട്ടാനകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്.